നമസ്തേ, മെൻ്റർ പ്രേംലാലിലേക്ക് സ്വാഗതം. അപ്പോൾ 14-ാം തീയതി നമ്മൾ ഒത്തുകൂടുകയല്ലേ. ഒരു ചാനലിൽ ഇങ്ങനെയൊരു ലൈവ് പ്രോഗ്രാം ഒരുപക്ഷെ അപൂർവമായിരിക്കും. എക്സ്പെഷ്യലി ഈ സമ്പത്തിനെക്കുറിച്ച് ഒരു സീരിയസ് ആയിട്ട് പ്രോഗ്രാം ചെയ്യുന്ന ചാനലുകളിൽ. എന്തുകൊണ്ട് നമ്മളങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കൂ, നമ്മുടെ ഈ ചാനലിൻ്റെ സ്വഭാവം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് വെറുതെ കണ്ടുപോകാനൊരു ചാനലല്ല. നമ്മൾ പുത്തൻ കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. ഇന്നും നമ്മൾ പഠിക്കും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ മാറ്റം കൊണ്ടുവരാൻ പോകുന്ന ഒരു നിയമമാണ്. പഠനം എന്നൊരു പദം ഞാൻ ഉപയോഗിക്കാനുള്ള കാരണം കണ്ട് കേട്ടു പോകാനുള്ള ചാനലല്ല ഇത്, പഠിച്ച് അറിഞ്ഞ് പ്രയോഗിക്കാനുള്ള ചാനലാണ്. അപ്പോൾ അങ്ങനെ പ്രയോഗിക്കുമ്പോൾ നിങ്ങൾക്കൊണ്ട് സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒത്തുകൂടാം എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മളിങ്ങനെ ചാനലുകൾ ടെലികാസ്റ്റ് ചെയ്ത് പോകുമ്പോൾ അതിലെ കമൻറ്റുകൾ, ചിലപ്പോഴൊക്കെ ഞാൻ ആ കമൻറ്റുകളിലൂടെ പോകാറുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ കമൻറ്റിലിടാം. ആ കമൻറ്റ് ഞാൻ വായിക്കുന്നില്ല എന്നുണ്ടാവുള്ളൂ. ആ കമൻറ്റിനെക്കുറിച്ച് എനിക്ക് എൻ്റെ ഒരു ടീം കൃത്യമായിട്ട് എനിക്കത് ഫോർവേഡ് ചെയ്ത് തരും. ഞാനത് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കും. അങ്ങനെ നിരവധി ആളുകൾ നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ട്, വെൽത്ത് മാസ്റ്ററുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ട് നല്ല സംശയങ്ങൾ ചോദിക്കുന്നു. അവർക്കൊക്കെ നല്ല ഉത്തരങ്ങൾ നമ്മൾ നേരിട്ട് തന്നെ അവർക്ക്, നമ്മുടെ ടീം അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ കാണിക്കുന്ന താല്പര്യത്തിനൊക്കെ നന്ദി കേട്ടോ. എന്നാൽ അതിനകത്ത് ഒരു കാര്യം ഞാൻ പറയട്ടെ. ചില ആളുകളൊന്ന് നെഗറ്റീവ് കമൻ്റ് ഇടുന്നുണ്ട്. ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നത് പലപ്പോഴും ചിലപ്പോൾ നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ, ഉദാഹരണത്തിന് ആവറേജിൽ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിൽ നമ്മൾ എക്സ്ട്രാ ഓർഡിനറിയെക്കുറിച്ചോ അതിസമ്പന്നതയെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ സ്വാഭാവികമാണല്ലേ, അത് ദഹിക്കാത്ത ഒരുപാട് പേരുണ്ടാകും. അപ്പോൾ അവർ അതിനകത്ത് നിരവധി ന്യായീകരണങ്ങൾ കൊടുക്കും. ഈ ന്യായീകരണങ്ങളിൽ പലതും ശരിക്കും റിയാലിറ്റിയോട് ഒരു ബന്ധം ഉണ്ടാവില്ല. നമുക്കത് കേൾക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട്, പക്ഷേ ഞാൻ ആ അവസ്ഥയിലായിരുന്നപ്പോൾ എനിക്കത് ചിരിയല്ലായിരുന്നു, എനിക്കും വലിയ ന്യായീകരണങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ ഒരു നാൾ ഞാനും ഇത് ന്യായീകരിച്ചല്ലോ എന്നോർത്തുള്ള മണ്ടത്തരം ഓർത്തിട്ടാണ് ഞാനിപ്പോൾ ചിരിക്കുന്നത്, അല്ലാതെ ഈ കമൻറ്റ് കണ്ടിട്ട് നിങ്ങളുടെ പുറത്തുള്ള ചിരിയല്ല. അതിലൊരു പ്രധാന കമൻറ്റുകളെന്ന് പറയുന്നത്, നിങ്ങൾക്ക് അവിടെ നിന്ന് അങ്ങനെ പറഞ്ഞാൽ മതി, ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്കല്ല അറിയാവുള്ളൂ എന്ന് പറയുന്ന ആ ടോണിലുള്ള കമൻറ്റുകൾ വരാറുണ്ട്. അല്ലെങ്കിൽ സാറേ ഇതിനൊക്കെ കാശ് വേണ്ടേ, കാശില്ല എന്ന് പറയുന്ന കമൻറ്റുകൾ വരാറുണ്ട്. ഞാനതിനെ പരിവേദനങ്ങൾ എന്നാണ് വിളിക്കുക. തനിക്ക് വേറെ പണിയില്ലെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇയാൾക്ക് വേറെ പണിയില്ലേ? അപ്പം ഞാനിപ്പോൾ തിരിച്ച് അവരോട് ചോദിക്കുന്ന ചോദ്യം, ശരി, എനിക്ക് പണിയില്ല എന്ന് കരുതുക, അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ, എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യാം, ഈ അവസ്ഥയെ പഠിക്കാം. അയ്യോ പണിയില്ലല്ലോ എന്ന് പറയാം, അല്ലോ കാശില്ലല്ലോ എന്ന് പറയാം, അയ്യോ സമയമില്ലല്ലോ എന്ന് പറയാം, അല്ലെ അവസ്ഥയെ പഴിക്കാം, അല്ലേ? ഇങ്ങനെ നമ്മളെല്ലാവരും കൂടി ചേർന്ന് പഴിച്ചാൽ മാറ്റം ഉണ്ടാവുമോ? അതോ ഈ അവസ്ഥ ഇതായിരിക്കും തന്നെ, വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണോ? നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇടാൻ കാരണം എന്താണെന്നറിയോ? ഈ അറിവിൽ നിന്നപ്പുറത്തേക്ക് ആക്ഷനിലേക്ക് മാറുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ഗുണമുണ്ടാവുക. അപ്പോൾ പഴിക്കപ്പുറത്തേക്ക് പ്രവൃത്തിയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരിക. അതുകൊണ്ടാണ് കൂട്ടുകാരെ ഞാൻ പറയുന്നത്, പഴി പറയുന്നവരുടെ പിന്നാലെ പോവരുത്. ഒരു ചാനലിൽ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് എഴുതാൻ ആർക്കും പറ്റും. ആർക്കാ ഇന്ന് എഴുതാൻ അറിയാൻ വയ്യാത്ത, എന്തും എഴുതാമല്ലോ. ബട്ട് നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ ഇൻഡിവിജ്വൽസാണല്ലേ. ഇപ്പം ഞാൻ ഇൻഡിവിജ്വലാണ്, നിങ്ങൾ ഇൻഡിവിജ്വലാണ്. എൻ്റേതായ ലോകത്ത് എനിക്കെൻ്റെ അമ്മ, വൈഫ്, മോൻ. നിങ്ങളുടേതായ ലോകത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ കുടുംബാംഗങ്ങൾ, അല്ലേ? ഞാൻ നിങ്ങളെ കാണുമ്പോൾ അത് നിങ്ങളുടെ ലോകമാണ്. എൻ്റെ ലോകത്തെ കാര്യമാണ് എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റി. ഞാൻ മാറ്റം വരുത്തുമ്പോഴാണ് എന്നെ ആശ്രയിക്കുന്ന ആൾക്കാർക്ക് ഗുണം കിട്ടുക. അതേപോലെ തന്നെയാണ് നിങ്ങൾക്കും. അപ്പോൾ നമ്മൾ ആ ഗുണം ആഗ്രഹിക്കുമ്പോൾ നാം എന്തിൻ്റെ പുറകെ പോകണം? നെഗറ്റിവിറ്റിയുടെ വെറുതെ പോയി അവരുടെ കൂടെ കൂടി കുറ്റം പറയാൻ നിൽക്കണോ? അതോ ചിന്തിച്ച് നോക്കുക. മുന്നോട്ട് പോകണമെങ്കിൽ നാം അവനവർ ഉണർന്ന് പ്രവർത്തിച്ചേ പറ്റൂ. ഈ പ്രവൃത്തി എന്ന് പറയുമ്പോഴും നാം എന്തിൽ പ്രവർത്തിക്കണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു തിയറിയുണ്ട്, ഒരു നിയമമുണ്ട്. അതാണ് പാരറ്റോ പ്രിൻസിപ്പിൾ എന്ന് പറയും. പാരറ്റോ പ്രിൻസിപ്പിൾ 1865 വിൽഫ്രഡ് പാരറ്റോ അദ്ദേഹം എഴുതിയ നിയമം.
നമ്മളിപ്പോൾ അതിനെ 80-20 പ്രിൻസിപ്പിൾ എന്ന് പറയാറുണ്ട്. 80-20 പ്രിൻസിപ്പിൾ ഇതൊരു പ്രൊഡക്ടിവിറ്റി പ്രിൻസിപ്പിളാണ്. ഇത് ഏറ്റവും കൂടുതൽ ആപ്ലിക്കബിൾ ആകുക പ്രത്യേകിച്ച് ഈ സമയം തികയുന്നില്ല എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ടാവും. എനിക്ക് സമയമില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, സമയമില്ലാത്തതല്ല പ്രശ്നം, സമയത്തെ നമ്മൾ ഓർഗനൈസ് ചെയ്യാത്തതാണ് പ്രശ്നം. ഈ ഉള്ള സമയത്ത് നാം പ്രവർത്തിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഈ പാരറ്റോ പ്രിൻസിപ്പിൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മളുടെ ഔട്ട്പുട്ട് കൂടും, പ്രൊഡക്ടിവിറ്റി കൂടും. നമുക്ക് ഒരു ദിവസം കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ, ഉദാഹരണത്തിന് ഒരു 10 കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ നാം സ്വാഭാവികമായിട്ടും പ്രാധാന്യം കുറഞ്ഞ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കുകയും ഏറ്റവും പ്രാധാന്യമൂടിയ കാര്യങ്ങളെ മാറ്റിവെക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത മനുഷ്യനുണ്ട്. ഈ പാരറ്റോ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ റിസൾട്ട് ഇപ്പോൾ 100 ആണെങ്കിൽ അതിൻ്റെ 80 കൊണ്ടുവരുന്നത് നാം ആകെ ചെയ്യുന്ന പ്രവൃത്തിയുടെ 20% പ്രവൃത്തികളിൽ നിന്നായിരിക്കും. ആ പ്രവൃത്തികളെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള പ്രവൃത്തികളായിരിക്കും. ഇപ്പോൾ നമുക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് എഴുതി വെക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് ആ എഴുതി വെച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തോ ഇല്ലയോ എന്ന് ടിക്ക് ചെയ്ത് പോകാൻ പറ്റും അല്ലേ. പക്ഷേ നമ്മളങ്ങനെ എഴുതി വെച്ച് പോകുമ്പോൾ അത് പ്രാധാന്യമുള്ളതുണ്ട്, പ്രാധാന്യം കുറഞ്ഞതുണ്ട്, അതിപ്രാധാന്യമുള്ളതുണ്ട്. ഈ അതിപ്രാധാന്യമുള്ളത് ഒരു 20% കാര്യങ്ങളായിരിക്കും. അത് ചിലപ്പോൾ ബുദ്ധിമുട്ടുമായിരിക്കും. അപ്പോൾ നമ്മുടെ പൊതുവെയുള്ള പ്രവണത ഞാൻ പറയാൻ കാരണം നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളെ പിന്നെ ചെയ്യുകയും ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങളെ ചെയ്യുക എന്നൊരു ശീലം നമുക്ക് പൊതുവേ ഉണ്ട്. അതിലൊരു മാറ്റം വരുത്താൻ സാധിച്ചാൽ ഈ നിയമം പ്രകാരം നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യപ്പെട്ട ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ പോലും ആ 20% കാര്യത്തിൽ നിങ്ങളുടെ ഒരു ദിവസത്തിൻ്റെ ശ്രദ്ധ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ആ ദിവസത്തിൻ്റെ 80% റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിങ്ങനെ എഴുതി വെക്കാമെന്ന് കരുതുക. ഇപ്പോൾ രാവിലെ നമ്മുടെ പ്രഭാത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കല്യാണത്തിന് പോകണം, അല്ലെങ്കിൽ ഇപ്പോൾ ഓഫീസിൽ പോകണം, ജോലിക്ക് പോകണം, ഓഫീസിൽ തന്നെയുള്ള കുറേ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മളിങ്ങനെ എഴുതി വെക്കാമെന്ന് വിചാരിക്കുക. അതിൽ നിങ്ങളുടെ വരുമാനത്തെ തീരുമാനിക്കുന്ന, ഇപ്പോൾ സമ്പത്തിൻ്റെ ക്ലാസ് ആയതുകൊണ്ട് വരുമാനത്തെ തീരുമാനിക്കുന്ന എത്ര കാര്യങ്ങളുണ്ടാവും? നിങ്ങൾ ചെയ്യുന്ന 2-3 കാര്യങ്ങൾ മാത്രമേ വരുമാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ടാവുള്ളൂ. ബാക്കി ഈ 80% കാര്യങ്ങളും വരുമാനത്തെ സ്വാധീനിക്കുന്നുണ്ടാവില്ല. പക്ഷേ നമ്മളങ്ങനെ ചെയ്തു പോകുന്ന കുറേ കാര്യങ്ങളുണ്ടാകും. ഇപ്പോൾ സെയിൽസ് എടുക്കാം. ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് ആണെങ്കിൽ സെയിൽസ് എടുക്കാം. നിങ്ങളുടെ ലാഭത്തിൻ്റെ 80% നേടിത്തരുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ആയിരിക്കില്ല. നിങ്ങളുടെ കടയിൽ തന്നെയുള്ള ഉയർന്ന മൂല്യവും ഉയർന്ന ലാഭവും കിട്ടുന്ന ഒരു 20% നിന്നായിരിക്കും നിങ്ങൾക്ക് വലിയ ലാഭം കിട്ടുക. ഇതെല്ലായിടത്തും ബാധകമാണ്. ഒരു ടീമിൻ്റെ കാര്യത്തിൽ ബാധകമാണ്. ഇപ്പോൾ നിങ്ങളൊരു ഇൻഷുറൻസ് ഏജൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ഒരു ടീം ക്യാപ്റ്റനാണെന്ന് കരുതുക. നിങ്ങളുടെ ടീമിൽ 10 പേരുണ്ടെങ്കിൽ നിങ്ങൾ ആ കഴിഞ്ഞ മാസം കവർ ചെയ്ത പ്രധാനപ്പെട്ട ആ വോളിയം ഉണ്ടല്ലോ, ആ വോളിയത്തിലെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ തന്നിരിക്കുന്നത് നിങ്ങളുടെ ടീമിലെ 20% പെർഫോമൻസ് ആയിരിക്കും. ബാക്കി എല്ലാവരും കൂടി ആയിരിക്കും ബാക്കിയെല്ലാം ചെയ്യുക. അപ്പോൾ ജീവിതത്തിൽ തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ, ഒരു ദിവസത്തെ പ്രവൃത്തികളെ തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യമുണ്ടല്ലോ, അത് ഏറ്റവും ആദ്യം ചെയ്തു തീർക്കാനുള്ള ഒരു വാശിയും ഒരു പ്രചോദനവും ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങൾ ദിവസവും പണിയെടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കയറ്റം ഉണ്ടാവും. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ ഈ ചെയ്തു തീർത്ത 80% പണികളുണ്ടല്ലോ, അതിൻ്റെക്കാൾ 10 പണിയാണെന്ന് കരുതുക. ആ 8 പണിയേക്കാൾ മൂല്യം ഉണ്ടാവും ചിലപ്പോൾ ഈ 2 പണിക്ക്. ഒരുപക്ഷെ നിങ്ങൾ ചെയ്ത ഒരു പണിയെന്ന് പറയുന്നത് ബാക്കി 9-നേക്കാളും മൂല്യം ഉണ്ടാവും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 10-20% ആൾക്കാർ പ്രാധാന്യവും മൂല്യവും കൊടുക്കുന്ന, ഏറ്റവും അധികം പ്രാധാന്യവും മൂല്യവും ഉള്ളവയാണ് മിക്ക ആളുകളും നീട്ടിവെക്കുന്നത്. ഇത് സങ്കടകരമാണ്. നിസ്സാര മൂല്യമുള്ള ബാക്കി 80% പണികൾ അവ നിസ്സാര ഫലങ്ങൾ തരുന്നുവെന്ന കാര്യം ആലോചിക്കാതെ അത് ചെയ്ത് സമയം കളയുന്നു. ഇനി രസം എന്താണെന്നറിയോ, അതിലും അൺപ്രൊഡക്റ്റീവായ കാര്യങ്ങൾക്ക് ഇന്ന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ, അതൊക്കെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് 3 തലത്തിൽ നമ്മുടെ പ്രവൃത്തികളെ തിരിച്ചാൽ അൺപ്രൊഡക്റ്റീവ്, പ്രൊഡക്റ്റീവ്, സൂപ്പർ പ്രൊഡക്റ്റീവ്. ഈ സൂപ്പർ പ്രൊഡക്റ്റീവ് കാര്യങ്ങൾക്ക് നിങ്ങൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്ത് ഒരു ദിവസം ചെയ്തു തീർക്കാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ സദാ പണിത്തിരക്കിലായിരിക്കും. ഇപ്പോൾ ഉറുമ്പുകൾ നല്ല തിരക്കിലാണ്.
ഉറുമ്പുകളെപ്പോലെ തിരക്കിലാണ് എന്ന് പറയുന്നതല്ല കാര്യം. നിങ്ങൾ തിരക്കിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഔട്ട് കിട്ടുന്ന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഈ നിസ്സാര മൂല്യമുള്ള പണികൾ നിങ്ങൾ ചെയ്യുകയും ഏറ്റവും പ്രാധാന്യമുള്ള പണികൾ നീട്ടിവെച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തൊക്കെ കോൺസിക്വൻസസ് നിങ്ങൾ നേടേണ്ടി വരുന്നു എന്നൊന്ന് അനലൈസ് ചെയ്യാവോ? ഒരുപാട് കാര്യങ്ങൾ അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രാധാന്യമുള്ളതാണെന്ന് അറിയാം. പക്ഷേ എളുപ്പമുള്ളതോ അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് അനായാസം ചെയ്തു പോകാവുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ എങ്ങുമെത്തില്ല. ഇത് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനും മുതൽക്കൂട്ടാവില്ല. നേരെ മറിച്ച് ഞാൻ ഈ പറയുന്നൊരു പ്രിൻസിപ്പിൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇത് ചെയ്ത് തീർത്തിട്ട് സങ്കീർണമാകും, ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ പ്രാധാന്യമുണ്ടെങ്കിൽ അത് ചെയ്ത് തീർത്തിട്ടേ നിങ്ങൾ മറ്റതിലൊക്കെ ശ്രദ്ധിക്കാവൂ എന്നുള്ള ഒറ്റ കാര്യം നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നേ. നമ്മുടെ ഈ 20% പ്രാധാന്യ പണികൾ നിൽക്കേ നമ്മൾ 80% ചെയ്യാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചാൻസ് വന്നാൽ നിങ്ങളത് റിജക്റ്റ് ചെയ്യണം. ഒരു ദിവസത്തെ നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുമ്പോൾ അതിനെക്കുറിച്ച് ലിസ്റ്റിംഗ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ചോദിക്കണം, ഇത് 80-ലാണോ 20-ലാണോ, ഇത് നിസ്സാരത്തിലാണോ പ്രാധാന്യത്തിലാണോ? ഈ ചോദ്യം സ്വയം ചോദിക്കുക. നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങൾ ആദ്യം ചെയ്തു തീർക്കാനുള്ള പ്രവണത സ്വയം തടയുക. നമുക്ക് എളുപ്പമുള്ള കാര്യങ്ങളല്ല നമ്മുടെ ജീവിതത്തിൽ ഗുണകരമാവുക, നമുക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് ജീവിതത്തിൽ ഗുണകരമാവുക. ഇത് നിങ്ങൾ ആദ്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിജക്ഷൻ ഉണ്ടാകും കേട്ടോ. റിജക്ഷൻ തരുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഏറ്റവും ശീലമുള്ള ഇഷ്ടമുള്ള പണികൾ ചെയ്ത് ശീലിച്ചത് കൊണ്ട് ഏറ്റവും പ്രാധാന്യമുള്ളതാണെങ്കിൽ പോലും നിങ്ങൾ ആ പണി എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പറയും ഇത് വേണ്ട, അത് ചെയ്താൽ മതി എന്നൊക്കെ പറയും. പക്ഷേ ചെവി കൊടുക്കരുത്. ഒരു കുറച്ച് സമയം, കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ ഇതേ ശീലം, അപ്പോൾ ശീലം ഇതാണ്, എന്നും രാവിലെ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊന്ന് എഴുതി വെച്ചിട്ട് ഈ ചോദ്യം ചോദിക്കണം, ഇത് 80-ലാണോ 20-ലാണോ? 80 പറയുന്നത് പ്രാധാന്യം കുറവാണ്, ചെയ്തു തീർക്കേണ്ടതാണ്, പക്ഷേ പ്രാധാന്യം കുറവാണ് പൊതുവേ. 20-ലുള്ളത് അതിപ്രാധാന്യമുള്ള ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ തരാൻ സാധ്യതയുള്ള ഈ പ്രവൃത്തി ചെയ്യണോ, ഇതാണോ ഏതാണെന്ന് ചോദിക്കണം. ഈ എടുത്തു വച്ചിരിക്കുന്ന ജോലി അത് 80-ലോ 20-ലോ എന്നൊരു ചോദ്യം അങ്ങ് ചോദിച്ചിട്ട് 20-ലുള്ള പണികൾ ചെയ്തുകൊണ്ട് ദിവസം തുടങ്ങുമെന്നുള്ളൊരു പുതിയ ശീലം കൊണ്ടുപോവാ. പിന്നെ ദിവസവും നിങ്ങൾക്ക് ആദ്യത്തെ ദിവസങ്ങളിലെ എതിർപ്പുകൾ കുറഞ്ഞു വന്ന് പിന്നെ അതൊരു ശീലമായി മാറിക്കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റ ശീലം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം എന്താണെന്നുള്ളത് നിങ്ങൾ ഒരിക്കലെങ്കിലും എപ്പോഴെങ്കിലും നമ്മുടെ ചാനലിൻ്റെ അടിയിൽ വന്നിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇനി നേരിട്ടാണ് കാണുക. 14-ാം തീയതി വൈകിട്ട് 8 മണിക്ക് ശിശുദിനത്തിൻ്റെ അന്ന് നമ്മുടെ പ്രോഗ്രാമിൽ, സൂം പ്രോഗ്രാമാണ്, അതിൻ്റെ ലിങ്കുകൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. നമ്മുടെ ഈ വീഡിയോയുടെയൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളത് കൊടുക്കാം. ബട്ട് നിങ്ങൾ ആ ഗ്രൂപ്പിൽ വന്നിട്ട് ആ ഗ്രൂപ്പിൽ നമുക്ക് കൂടുതൽ സംശയങ്ങളൊക്കെ ചോദിക്കാനുള്ള അവസരങ്ങളുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റുകൾ ഒന്ന് വളഞ്ഞു തിരിഞ്ഞാണ് എനിക്ക് കിട്ടുക. ഗ്രൂപ്പിലെ മെസ്സേജുകൾ വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് കിട്ടും, എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു യാത്രയിൽ ജീവിതത്തിൻ്റെ ഏറ്റവും മോശം അവസ്ഥയിലൂടെ കടന്നു പോയിട്ട് ഇപ്പോൾ ഈ ഒരവസ്ഥയിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതൊരു യാത്രയാണ്, വിജയം എന്നൊരു യാത്രയാണ്. ഇനിയും മൈൽസ് ടു ഗോ, ഒരുപാട് ദൂരം പോകാനുണ്ട്. അപ്പോൾ ജീവിതത്തിൻ്റെ ആ വഴിയിൽ ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഇറ്റ് വീണ കണ്ണീരിൻ്റെ കഥ പറയാനുണ്ട്, ചിന്തിയ വിയർപ്പിൻ്റെ കഥ പറയാനുണ്ട്. ഒരുപക്ഷെ കണ്ണീരിൻ്റെ സ്ഥാനത്ത് കണ്ണിലൂടെ ചോരയൊഴുകിയ നാളുകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ കിട്ടിയ അനുഭവ സമ്പത്താണ് നമ്മൾ നിങ്ങളോട് പങ്കുവയ്ക്കുക. എന്തുകൊണ്ട്? ആ അവസ്ഥകളിൽ നിന്നും നിങ്ങൾക്കും മോചനം ഉണ്ടാവണം. നമ്മളിപ്പോൾ ഏതവസ്ഥയാണോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ ചാനലിൽ അതിദരിദ്ര ആൾക്കാർ ഈ ചാനൽ കേൾക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ദാരിദ്ര്യം ഞാൻ അനുഭവിച്ചിട്ടില്ല, പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ എക്സ്ട്രീമിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഇനി അതല്ല ഇടത്തരക്കാരായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഇനി സമ്പന്നരും ഉണ്ടാവും. അതിസമ്പന്നർ എന്ന് പറയുന്ന ടാറ്റ ബിർലയൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ബാക്കി എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരും ഈ ചാനലിൻ്റെ വ്യൂവേഴ്സായിട്ടുണ്ടാവും.
അപ്പോൾ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലേ. ഈ അവസ്ഥയിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകണം. ഇപ്പം നിങ്ങളൊരു ബിസിനസ്സുകാരാണ്, 1 കോടി ക്ലബ്ബിലെ ബിസിനസ്സുകാരാണ്, നിങ്ങൾക്ക് 100 കോടിയിലേക്ക് എങ്ങനെ പോകാം? നിങ്ങൾ 100 കോടി ചെയ്യുന്ന ബിസിനസ് എങ്ങനെ 1000 കോടിയിലേക്ക് പോകും അല്ലേ? അതൊക്കെയാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ അവസ്ഥ മുതൽ താഴേക്ക് ഇപ്പോൾ വരവും ചെലവും തമ്മിൽ കൂട്ടിമുട്ടാവുന്ന ഒരവസ്ഥയിലല്ല. ഇങ്ങനെയുള്ള പല കാറ്റഗറിയിൽ നിന്നും നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാനുള്ള ഒരു ആലോചന യോഗമാണ് ശരിക്കും നമ്മുടെ ലൈവ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതാരും മിസ്സാക്കരുത്. മിസ്സാക്കുക എന്ന് കഴിഞ്ഞാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ സമയമില്ല എന്ന് പറയുമ്പോൾ തന്നെ സമയമില്ലാത്തതല്ല, സമയത്തെ ഓർഗനൈസ് ചെയ്യേണ്ടാത്തതാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ തന്നെ എടുത്ത് അങ്ങനെ ജീവിതത്തിൽ ടേണിംഗ് പോയിൻ്റായി പോകുന്ന ഒരു പ്രോഗ്രാമിനെ നമ്മൾ 20-ൽ കൊടുക്കണോ 80-ൽ കൊടുക്കണോ? തീർച്ചയായിട്ടും 20-ൽ കൊടുക്കണം പ്രാധാന്യം. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ തന്നെ അലാറം വെക്കുക. 14-ാം തീയതി നവംബർ 14-ാം തീയതി വൈകിട്ട് 8 മണിക്ക് നമ്മുടെ ബോൾഡ് മെൻസ് ഫൗണ്ടേഷൻ്റെ മെൻറ്റർ പ്രേംലാൽ എന്ന യൂട്യൂബ് ചാനൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരു പ്രോഗ്രാം ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇപ്പം തന്നെ അലാറം സെറ്റ് ചെയ്യുക. ഒപ്പം ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾ മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം ഇന്നത്തെ ഈ പാരറ്റോ പ്രിൻസിപ്പിൾ മറക്കാതിരിക്കുക. ജീവിതത്തിലെ പ്രൊഡക്ടിവിറ്റി തലത്തിൽ നമ്മുടെ തിരഞ്ഞെടുപ്പുകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം തീരുമാനിക്കുക. ഒരു ദിവസം നമ്മൾ ഇറങ്ങി വരുമ്പോൾ സൂപ്പർ മാർക്കറ്റ് പോലെയാണ്, നമുക്ക് എല്ലാത്തിനും ചോയ്സ് ഉണ്ട്. പത്രം വായിക്കാം, TV കാണാം, മൊബൈൽ നോക്കാം, കളിക്കാൻ പോകാം, ചീട്ട് കളിക്കാം, കള്ളുടിക്കാൻ പോകാം, ഇനി നല്ല കാര്യങ്ങളിലേക്ക് പോകാം, ജോലിക്ക് പോകാം, ഓഫീസിൽ പോകാം, ബിസിനസ്സിലേക്ക് പോകാം, എന്തും ചെയ്യാം. ലൈഫ് ഈസ് ഫുൾ ഓഫ് ചോയ്സസ്, ഒരു ദിവസം പ്രത്യേകിച്ചും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഏറ്റവും സൂപ്പർ പ്രൊഡക്റ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ സമയത്തെ നിർത്താൻ സാധിച്ചാൽ കൂട്ടുകാരെ മാറ്റം ഗ്യാരണ്ടീഡ്, മാറ്റം ഗ്യാരണ്ടീഡ്. സോ സ്റ്റേ ട്യൂൺഡ് വിത്ത് മെൻറ്റർ പ്രേംലാൽ. മറക്കരുത്, നിങ്ങൾക്ക് ഈ ചാനലിലെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ അമർത്തിയാൽ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഏറ്റവും ആദ്യം കിട്ടാനുള്ള സംവിധാനം ഉണ്ടാവും. ഒപ്പം തന്നെ ഈ ചാനൽ ഒരു 10 കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താമോ? കൂടുതൽ ഈ ചാനലിലേക്ക് ഇൻവോൾവ്മെൻ്റ് ആവശ്യമുള്ളവർ നമ്മുടെ വെൽത്ത് മാസ്റ്ററി വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാമോ? മറക്കരുത്, നവംബർ 14 അത് നാളെയാണ്. നാളെ വൈകിട്ട് 8 മണിക്ക് നമ്മളിങ്ങനെ കൂടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ വെളിച്ചം കൊണ്ടുവരാൻ ആ ഒരൊറ്റ മീറ്റിങ്ങിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ നല്ലവണ്ണം സഹായിക്കാൻ ഈ ചാനലും ഇതിൻ്റെ അണിയറ പ്രവർത്തകരും എന്നും കൂടെ ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു ആൾ.